ആരോടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ നിങ്ങളിത് പറയുന്നത്? പച്ച മലയാളത്തിൽ എഴുതിയ ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, അഹ്ലുസുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ വായിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ലാ ഇക്റാഹ ഫിദ്ദീൻ ഓതി ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നു? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ന്യായീകരണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ദൈവവിശ്വാസികളാണോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലല്ലേ പാവപ്പെട്ട വിശ്വാസികളിവിടെ ജീവിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവസങ്കല്പം പിശാചിനോടുള്ള ആരാധനയായതുകൊണ്ടല്ലേ ഈ തരത്തിൽ ഇതിനൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നത്? മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവം എന്നൊക്കെ പറയുന്നത് വിശ്വാസികൾ അത്രയും പവിത്രമായി ഭയഭക്തിയോടുകൂടി കൊണ്ടു നടക്കുന്ന അവരുടെ സങ്കല്പങ്ങളാണ്, വിശ്വാസങ്ങളാണ്. അതിനെയൊക്കെ വ്യഭിചരിക്കുന്ന തരത്തിൽ, അതിനെയൊക്കെ കൊച്ചാക്കുന്ന തരത്തിലല്ലേ നിങ്ങൾ ഈ എഴുതി വച്ചിരിക്കുന്നതും നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഇസ്ലാമിലുമൊക്കെ ഉള്ളത്? നിങ്ങൾ എന്തിനാണ് ഈ പാവം വിശ്വാസികളെ പറ്റിച്ച് അവരുടെ ധനം അപഹരിച്ച് സുഖലോലുപതിയിൽ ജീവിക്കുന്നത്? ഇതൊക്കെ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? ഈ പച്ച മലയാളത്തിൽ എഴുതിയ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് ലാ ഇക്റാഹ ഫിദ്ദീനിലൂടെയാണ് ഈ ദീൻ സംസ്ഥാപിതമായത് എന്ന് എങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും? ആരോടാണ് ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വായിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പുതിയ തലമുറയോട് ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ലാ ഇക്റാഹ ഫിദ്ദീനും കൊണ്ടുവന്ന് അതൊക്കെ തൊണ്ട തൊടാതെ പുതിയ തലമുറ വിഴുങ്ങുമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്? ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ട ഉസ്താദുമാരെ. നിങ്ങളൊക്കെ ഇനി പോയി പാടത്ത് പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് മക്ക വിജയമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മക്ക വിജയത്തിന് ശേഷമുണ്ടായ 2 യുദ്ധങ്ങളാണ്. ഹുനൈൻ യുദ്ധം, ത്വായിഫ് യുദ്ധം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന യുദ്ധങ്ങൾ. മുഹമ്മദ് നബിയും സ്വഹാബത്തും മക്ക പിടിച്ചടക്കിയതിന് ശേഷവും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളില്ലാത്ത ആദർശ പ്രബോധനം ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മക്ക പിടിച്ചടക്കിയതിന് ശേഷവും നിരന്തരമായി യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇതിൽ ദൈവത്തിൻ്റെ സഹായം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ദൈവികമായ ഒരു ആദർശത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ തന്നെ നിയോഗിച്ച, ദൈവം തമ്പുരാൻ്റെ ഇടപെടലുകൾ ഓരോ നിമിഷവും വഹിയിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ആദർശ പ്രബോധന രംഗത്ത് ഇത്തരത്തിൽ രക്തച്ചൊരിച്ചിലുകളാൽ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിൽ കുതിർന്ന അവസ്ഥകൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നൊരു ഗതികേട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എഴുതിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നിഷ്കളങ്കമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എല്ലാത്തിനും കഴിവുള്ള ദൈവം തമ്പുരാൻ ഇങ്ങനെ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് രക്തം ചിന്തി അവരുടെ സമാധാനപൂർണമായ ജീവിതത്തെ ഇല്ലാണ്ടാക്കിയിട്ട് എന്തിനാണ് ഈ തരത്തിലൊരു ആദർശം സംസ്ഥാപിക്കേണ്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ അക്രമത്തിൻ്റെ, അനീതിയുടെ, അധർമ്മത്തിൻ്റെ വഴികൾ സ്വീകരിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ വഹി നൽകുന്ന പ്രവാചകൻ്റെ ജീവിതത്തിലുടനീളം ഇത്തരത്തിൽ കൊള്ളയും കൊലയുമൊക്കെ ഉണ്ടാകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ദൈവം തമ്പുരാനിൽ നിന്നുള്ള ഒരു ആദർശമാണോ അതോ പൈശാചികമായ ആദർശമാണോ എന്ന് വിമർശകരായ പലരും സംശയിച്ചു പോകുന്നത് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി നിഷ്കളങ്കമായി വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, നിങ്ങളും ഈ കേൾക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഹദീസ് പഠനങ്ങളിൽ നിന്ന്, ഖുർആൻ്റെ പരിഭാഷകളിൽ നിന്നൊക്കെ സത്യസന്ധമായി നിഷ്കളങ്കമായി ഒരു ബാഹ്യ ഇടപെടലുകൾക്കും ഇടവരുത്താതെ നിഷ്കളങ്കമായിട്ട് നിങ്ങളൊന്ന് വായിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസാക്ഷി നമ്മളോട് വളരെ ഗൗരവത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. ഇന്നുണ്ടായൊരു അനുഭവം, ഒരു സഹോദരൻ കുറച്ച് നാളുകളായി നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ നമുക്കൊരിക്കലും ചിന്തിക്കാനാകാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൊക്കെ ഈ തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്.
അദ്ദേഹം മനസ്സിലാക്കിയ ഒരു ഇസ്ലാം നമ്മളെല്ലാവരും, ഞാനടക്കമുള്ള ആളുകളൊക്കെയും തന്നെ ഇത്രയും കാലം മനസ്സിലാക്കിയ ഒരു ഇസ്ലാം അല്ല യഥാർത്ഥത്തിൽ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു കാരണവശാലും ഇന്ന് ആ സഹോദരൻ വളരെ മാനസികമായിട്ട് വിഷമിച്ചാണ് സംസാരിച്ചത്. ഈ ഉള്ളവനും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത്തരം വസ്തുതകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ആർത്ത് കരഞ്ഞ ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മളെക്കാളും, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയേക്കാളും ഉപ്പയേക്കാളും, നമ്മുടെ പ്രിയപ്പെട്ട കണ്ണിലെ കൃഷ്ണമണികളെപ്പോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയ സന്താനങ്ങളെക്കാളേറെ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണോ ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചത് എന്നോർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചരിത്രത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് നമുക്കത് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. ഏതൊരു വിശ്വാസിയും നിഷ്കളങ്കമായി ഇത്തരം കാര്യങ്ങൾ ആദ്യമായി കേൾക്കുമ്പോൾ അവന് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ആ ഒരു വൈകാരിക പോയിന്റിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് ഈ മതം ഇന്നും നിലനിൽക്കുന്നത്. ഈ മതം വിറ്റ് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ആർത്തുല്ലസിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പൗരോഹിത്യവർഗം ഈ ഒരു വൈകാരിക തലം തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് മദ്രസകളിൽ നിന്നും വാളു പ്രഭാഷണങ്ങളിൽ നിന്നും കയറ്റി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരല്പം സമയം നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ കാര്യങ്ങളൊന്ന് കേൾക്കാനും ഇതൊന്ന് മനനം ചെയ്യാനും ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ടൊന്ന് പഠിക്കാനും ശ്രമിച്ചാൽ ഈ പറയുന്ന വസ്തുതകളൊക്കെയും നമുക്കൊരിക്കലും 2025 ജീവിക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ പകർത്താനോ മാതൃകയാക്കാനോ കഴിയാത്തതാണ്. മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഗതി 4 അയൽവക്കത്ത് കൂടി പോലും പോയിട്ടില്ലാത്ത അത്രയും വൃത്തികെട്ട, മ്ലേച്ഛമായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാനവിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പല ആദർശങ്ങളുമാണ്, അല്ലെങ്കിൽ പല തിയറികളുമാണ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് നമ്മളൊക്കെയും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഈ സമാധാനം ഒരു പ്രത്യേകതരം സമാധാനമാണ് എന്നുള്ളത് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമ്മളൊന്ന് പരതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ മനസ്സിലാക്കിയ സമാധാനമാണോ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന സമാധാനം? ഇസ്ലാമിസ്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം സമാധാനം ഒന്ന് വേറെ തന്നെ ഉണ്ട് എന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഊണുമുറക്കവുമില്ലാതെ ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ പരതി നോക്കിയപ്പോൾ അത് ആത്മാർത്ഥമായി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയപ്പോഴാണ് എളിയ എനിക്ക് അത് ബോധ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും അത് ബോധ്യപ്പെടാൻ വളരെയധികം സിമ്പിളായി പച്ച മലയാളത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്ന് അവൈലബിളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, സൂചിപ്പിച്ചതുപോലെ ഹുനൈൻ, ത്വായിഫ് യുദ്ധങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മക്ക വിജയത്തിനു ശേഷം മക്കക്കാർ മുഹമ്മദിന് കീഴടങ്ങിയെങ്കിലും ശക്തരായ തങ്ങളെ കീഴടക്കാൻ മുഹമ്മദിന് കഴിയില്ലെന്ന അഹങ്കാരം ചിന്തയും ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും തകർത്തതിലുള്ള പ്രതികാര ബുദ്ധിയും ഹവാസിൻ, തക്കീഫ് ഗോത്രങ്ങളെ നബിക്കെതിരിൽ പടയൊരുക്കത്തിന് പ്രേരിപ്പിച്ചു. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇന്ന് ചരിത്ര വായനയ്ക്ക് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ മക്ക വിജയമൊക്കെ വിശദീകരിച്ച അതേ ഗ്രന്ഥം തന്നെയാണ്. ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അതേ ഗ്രന്ഥം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പല ആളുകളും ഈ ബുക്കിൻ്റെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എല്ലാ വീഡിയോകളിലും അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മക്കക്കാരുടെ വിഗ്രഹങ്ങൾ പ്രവാചകനും സ്വഹാബത്തും മക്ക വിജയത്തോടനുബന്ധിച്ച് തകർത്ത് കളഞ്ഞത് നമ്മൾ മക്ക വിജയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ തകർത്തതിൽ തീർത്താ തീരാത്ത വേദനയാണ് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്, അഥവാ ഖുറൈശികളായ അറബികളായ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അവർ നൂറ്റാണ്ടുകളായി വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്ത അവരുടെ ദൈവങ്ങളെ, അല്ലെങ്കിൽ ആ ദൈവസങ്കല്പത്തെ തച്ചുടച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന സന്ദേശവുമായി, പുതിയൊരു സന്ദേശവുമായി കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും
അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അവർക്ക് പ്രവാചകൻ്റെ പ്രവാചകത്വം ബോധ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. മാലിക് ബിനു ഔഫിൻ്റെ നേതൃത്വത്തിൽ ദുറൈദ് ബിനു സൊമ്മയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുല കുടിച്ച് വളർന്ന ബനു സഅദ് അടക്കമുള്ള ചില ഗോത്രങ്ങൾ കൂടി സംഘടിപ്പിച്ച് സൈന്യത്തെ സജ്ജീകരിച്ചു. തന്ത്രശാലിയായ മാലിക് യുദ്ധത്തിന് ഹുനൈനിൽ മുസ്ലിങ്ങൾക്ക് പരിചിതമില്ലാത്ത മലമ്പാതകളും കുന്നുകളും നിറഞ്ഞ ഒരു പർവ്വത പ്രദേശം തിരഞ്ഞെടുക്കുകയും സൈന്യം പിന്തിരിഞ്ഞോടാതിരിക്കാൻ പിന്നിൽ സ്ത്രീകളെയും കുട്ടികളെയും സ്വത്തുക്കളെയും അണിനിരത്തുകയും ചെയ്തു. മക്ക വിജയം കഴിഞ്ഞ് 15-20 ദിവസം കഴിഞ്ഞു കാണും. വിവരമറിഞ്ഞ നബി മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന 10,000 പേരും മക്കക്കാരിൽ നിന്നുള്ള 2,000 പേരും അങ്ങനെ 12,000 പേരടങ്ങിയ സൈന്യവുമായി പുറപ്പെട്ടു. ഈ മക്ക വിജയം കഴിഞ്ഞ് 15-20 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത യുദ്ധമുണ്ടാകുകയാണ്, അടുത്ത ആക്രമണം ഉണ്ടാകുകയാണ്. ഈ യുദ്ധങ്ങൾ എന്ന പേരിൽ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ യുദ്ധങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ അതുകൊണ്ടാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും അക്രമങ്ങളാണ്. രാജ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള യുദ്ധങ്ങളല്ല. ഇത് ഗോത്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് കാലാകാലങ്ങളായി അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു അക്രമ പ്രവൃത്തി പ്രവാചകനും തുടർന്നു പോകുന്നതാണ്. അത് ഒരു മതത്തിൻ്റെ ലേബലിൽ, ഒരു ദൈവസങ്കല്പത്തിൻ്റെ ലേബലിൽ പ്രവാചകൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മക്ക വിജയത്തിന് ശേഷം ഈ 12,000 പേരടങ്ങിയ സൈന്യവുമായിട്ട് നബി പുറപ്പെടുകയാണ്. എണ്ണപ്പെരുപ്പം അവരിൽ സ്വയം മതിപ്പും അമിതമായ ശുഭപ്രതീക്ഷയും സൃഷ്ടിച്ചു. സാധാരണ ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുമ്പോൾ എണ്ണത്തിൽ അവർ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ യുദ്ധസാമഗ്രികൾ അവരുടെ കൈകളിൽ കൂടുതലായി ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവുക, ഒരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്ന ആളുകൾക്കുണ്ടാകുന്നതാണ്. അവിടെ എവിടെയും ഒരു ദൈവികമായ ഒരു സന്തോഷമോ ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അമിതമായ ശുഭാപ്തി വിശ്വാസമോ ഒന്നുമല്ല. ഭൗതികപരമായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന റസൂലിനും സ്വഹാബത്തിനും ശുഭപ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും ഭൗതികപരമായിട്ടുള്ള അക്രമങ്ങളും പിടിച്ചടക്കലുകളും മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ദൈവികമായ എന്തെങ്കിലും ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം സംസ്ഥാപിക്കുന്നത്, ദൈവത്തിൻ്റെ ആധിപത്യം സംസ്ഥാപിക്കുന്നത്, സത്യവും നീതിയും ധർമ്മവും സംസ്ഥാപിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഒരു കൂട്ടർ ഒരു ആദർശവുമായിട്ട് വരുന്നു, ആ ആദർശത്തിന് ഭൗതികപരമായ സജ്ജീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ സർവ്വസാധാരണയായി നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളിൽ നടക്കുകയാണ്. ഇവിടെ എവിടെയും തന്നെ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഒരു സംസ്ഥാപനം നടത്തുന്നതായിട്ടൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. അങ്ങനെയൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ എവിടെയും ആ തരത്തിലുള്ള സംഭവങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ ബദറിൽ ജയിച്ചതുപോലെ ഉഹുദിലും ജയിക്കണമായിരുന്നു. ഉഹുദിൽ ഇവർക്ക് ഭൗതികപരമായിട്ട് അശ്രദ്ധ സംഭവിച്ചപ്പോൾ അവിടെ പരാജയം സംഭവിച്ചു. സ്വഹാബികൾക്ക് അശ്രദ്ധ സംഭവിക്കുമ്പോഴും അശ്രദ്ധയൊന്നുമില്ലാതെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി വന്ന മലക്കുകൾ അവിടെ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ. ആ മലക്കുകൾ എന്തുകൊണ്ട് സ്വഹാബത്തിൻ്റെ ഈ അശ്രദ്ധ മനസ്സിലാക്കി അവിടെ ഉണർന്ന് പ്രവർത്തിച്ച് വിജയം സമ്മാനിച്ചില്ല? ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു മലക്കുകളും വന്ന് യുദ്ധം ചെയ്യുന്നില്ല, ചെയ്തത് മുഴുവനും ഈ സ്വഹാബത്ത് തന്നെയാണ്. അവർക്കവിടെ അശ്രദ്ധ പറ്റിയപ്പോൾ അല്ലെങ്കിൽ അവരവിടെ പരാജയത്തിന് കാരണമാകുന്ന പ്രവർത്തികൾ ചെയ്തപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭൗതികപരമായിട്ട് ഏതൊരു സംഘവും പരാജയപ്പെടുന്നത് പോലെ ഈ സംഘവും പരാജയപ്പെട്ടു. അതിൽ നിന്ന് ഈ പറയുന്ന സംഘം ദൈവത്തിൻ്റെ ഓർഡർ പ്രകാരം യുദ്ധം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സ്വർഗാവകാശികളായ സ്വഹാബത്താണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ബാക്കി എന്താ പറഞ്ഞാൽ നോക്കാം. ഹുനൈനിലേക്ക് ഇടുങ്ങിയ മലമ്പാതയിലൂടെ നീങ്ങിയ മുസ്ലിം സൈന്യത്തിൻ്റെ നേരെ താഴ്വരകളിലും കുന്നുകളിലും മറഞ്ഞിരുന്ന ഒളിസൈന്യം ചാടി വീഴുകയാണുണ്ടായത്. അണിതെറ്റി ഘടന താറുമാറായി. ചിന്നിച്ചെതറിയ സൈന്യം 4 ഭാഗത്തേക്ക് ഓടി. ഇടുങ്ങിയ മലമ്പാത ശത്രുഭടന്മാർ ആക്രമണ സന്നാഹത്തോടെ അടച്ചിട്ടത് വിപത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു. പുതുവിശ്വാസികളായ മക്കക്കാരിൽ ചിലർ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച സന്തോഷം പ്രകടിപ്പിക്കുക കൂടി ചെയ്തു. മുഹമ്മദിൻ്റെ സിഹർ ഇപ്പോൾ പൊളിഞ്ഞു. കൽദത്ത് ബിനു ഹൻബൽ
പറഞ്ഞു, വിശാലമായ ഈ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി എന്ന് ഈ വിഷമസന്ധിയെ വ്യക്തമാക്കിക്കൊണ്ട് ഖുർആൻ പ്രസ്താവിച്ചു. നിങ്ങളുടെ എണ്ണപ്പെരുപ്പം സ്വയം മതിപ്പ് സൃഷ്ടിച്ചു എന്നും മുസ്ലിങ്ങളുടെ പരാജയ കാരണം സൂചിപ്പിച്ച് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഉഹുദിലെ പോലെ തന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. ഈ 12,000 ആളുകൾ എന്നുള്ള ആ ഒരു എണ്ണത്തിൻ്റെ ബാഹുല്യം, അതിൽ അമിത പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചതുകൊണ്ട് അശ്രദ്ധ മൂലം ഇവിടെയും പരാജയത്തിൻ്റെ ചില നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. എന്നാൽ ഈ വിഷമസന്ധിയിലും ഒരാൾ കുലുങ്ങാതെ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഹമ്മദ് നബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനായാലും മരിക്കാനായാലും തയ്യാറായിക്കൊണ്ട് മുഹാജിറുകളും അൻസാറുകളും അടങ്ങിയ ഒരു സംഘം ആളുകളുണ്ട്. ഞാൻ നബിയാണ്, കള്ളമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനാണ്, നബി ധീരനായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തോറ്റോടുന്ന മുസ്ലിങ്ങളോട് തിരിച്ചു വരാൻ നബി ആഹ്വാനം ചെയ്തു. ഗംഭീര ശബ്ദമുണ്ടായിരുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അൻസ്വാറുകളെ, മുഹാജിറുകളെ, തിരിച്ചു വരൂ, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ട്. തോറ്റോടിക്കൊണ്ടിരിക്കുന്നവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു വരികയായി. ഈ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞ പരലോകവും പ്രവാചകൻ പറഞ്ഞ സ്വർഗവും നരകവും അതേപോലെ തന്നെ പ്രവാചകനിലെ അവർക്കുള്ള വിശ്വാസവും ഇതൊക്കെ മക്ക വിജയത്തിന് ശേഷവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുകയാണ്. നമ്മൾ സ്വഹാബത്തിനെയൊക്കെ മനസ്സിലാക്കി വെച്ച എന്തോ ഒരു സംഭവമുണ്ട്. അതിന് ചില സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിതന്മാർ മെനഞ്ഞുണ്ടാക്കിയ പല കഥകളിലൂടെ സ്വഹാബത്തിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങളിലൂടെ നിഷ്കളങ്കമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മക്ക വിജയം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു പൂർത്തീകരണം നടന്ന സന്തോഷത്തിൻ്റെ ഒരു വേളയാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ വേളയിൽ അത്രയും ആധിപത്യം നേടിയ മക്ക തിരിച്ചു പിടിച്ച അധികാരം അവിടെ സ്ഥാപിച്ചതിന് ശേഷവും ഈ പറയുന്ന സ്വഹാബത്ത് ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് പ്രവാചകനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുകയാണ്. അവരുടെ തഖ്വ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കാരണം നമ്മളിന്ന് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തഖ്വ, ആ തഖ്വക്ക് ഒരു പ്രത്യേക കോലമൊക്കെ ഉണ്ട്. ആ തഖ്വ ആർക്കില്ല? ഈ സ്വഹാബത്തിനില്ല. ഇന്ന് നമ്മളുടെ ഇടയിൽ നമ്മളുടെ വിശ്വാസം, നമ്മുടെ ഈമാനും വെച്ചിട്ട് നമ്മൾ ഈ പണി ചെയ്യുമോ? പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല. മക്ക വിജയിച്ച് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ആ ഒരു വിജയക്കൊടി പാറിച്ച ആ ഒരു സമയത്ത് പോലും ഈ പറയുന്ന സ്വഹാബത്ത് ചെറിയ ഇഷ്യൂസുകൾ വരുമ്പോഴത്തേക്ക് പ്രവാചകനെ വിട്ട് ഓടിപ്പോവുകയാണ്. അവരുടെ ജീവനിൽ അവർക്ക് കൊതിയുണ്ട്. അവിടെ ഷഹീദായി സ്വർഗത്തിൽ പോയി സ്വർഗം സ്വീകരിക്കണം എന്ന മാനസികാവസ്ഥയിലല്ല ഉള്ളത്. അവർ ഈ പറയുന്ന രൂപത്തിൽ അത് ഇട്ടേച്ച് പോവുകയാണ്. ഇതാണ് അവസ്ഥ. എല്ലാ സ്വഹാബികളും ഇതുപോലെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരൊന്നുമല്ല. അത്രയും ഗതിയില്ലാതെ, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ, പ്രവാചകനിൽ അന്ധമായി വിശ്വസിച്ച് പോയതിൻ്റെ പേരിലൊക്കെ ആ തരത്തിൽ ഇന്നും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് അത്തരത്തിൽ ചാവേറുകളായിട്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളില്ലേ? അവർക്ക് ജീവിതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ആയത്തോ ഹദീസോ അല്ലെങ്കിൽ ഏതെങ്കിലും മൊല്ലമാരോ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എഴുതിയതോ പ്രസംഗിച്ചതോ ആയ കാര്യങ്ങൾ കേട്ടിട്ട് യുദ്ധക്കളത്തിലേക്ക് ചാവേറുകളായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ഇറങ്ങുന്നത് ഈ തരത്തിൽ അന്ധമായിട്ട് പ്രവാചകനെയും ഈ മതത്തെയും ഒക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. ഇതേ മൈൻഡിലുള്ള ആളുകൾ അന്ന് ഈ പറയുന്ന പോലെ ഷഹീദാകാൻ തുനിഞ്ഞിറങ്ങിയിരുന്നു. ആ മൈൻഡില്ലാതെ സ്വന്തം ജീവിതം സേഫായിട്ട് ജീവിക്കണം, അതേപോലെ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ആ ഗുണങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് ഗനീമത്ത് സ്വത്തുക്കൾ ഈ പറയുന്ന യുദ്ധങ്ങൾക്ക് ശേഷം കിട്ടുന്നില്ലേ, അതേപോലെ തന്നെ സ്ത്രീകളെ കിട്ടുന്നില്ലേ, ഈ കാര്യങ്ങളിൽ കണ്ണും നട്ട് നിൽക്കുന്ന കുറച്ച് സ്വഹാബത്തുണ്ട്. നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് നീട്ടി ചൊല്ലുന്ന കുറച്ച് സ്വഹാബത്ത്, അതിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ആ സ്വഹാബികളൊക്കെ നയതന്ത്രത്തോടെ ഈ കാര്യങ്ങളിലൊക്കെ പക്വതയോടെ പാകതയോടെ റസൂലിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന ഗനീമത്ത് സ്വത്തുക്കൾ ഉപയോഗിച്ച് സുഖിച്ച് സുഖലോലുപതയിൽ ജീവിക്കണം. അതിന് ഒരു മതത്തിൻ്റെ ഒരു ലേബൽ കൊടുത്തുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ ഇസ്ലാമിക സംഘടനകളിൽ പല സംഘടനകളിലും നടക്കുന്നത്. അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ തൽക്കാലം പോകുന്നില്ല. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇവർ പ്രവാചകനെയും ഇസ്ലാമൊക്കെ ഇട്ടേച്ചുകൊണ്ട് അവർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടുകയാണ്. അവിടെ അവർക്ക് അവരുടെ ജീവനും ജീവിതവുമാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യം. അവിടെ ഷഹീദാകാൻ നിൽക്കുന്നില്ല. ഇതാണ് യുദ്ധങ്ങളുടെ ചരിത്രങ്ങളിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽപ്പെട്ടത്. മുസ്ലിങ്ങളുടെ മനസ്സിൽ ധൈര്യവും സമാധാനവും വീണ്ടും കിട്ടി. പെട്ടെന്ന് യുദ്ധത്തിൻ്റെ ഗതി മാറി. ശത്രുക്കൾക്കെതിരിൽ മുസ്ലിങ്ങൾ കനത്ത അക്രമം ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ യുദ്ധം ചൂടുപിടിച്ചു. മുശ്രിക്കുകളുടെ പതാകവാഹകന്റെ ഒട്ടകത്തെ അലി വെട്ടി വീഴ്ത്തി.
നിലത്ത് വീണ ഭടനെ ഒരു അൻസ്വാരി വധിച്ചു. മുസ്ലിങ്ങൾ നടത്തിയ ഒറ്റക്കെട്ടായ ഒരാക്രമണത്തിലൂടെ ശത്രുക്കളെ പിന്തിരിപ്പിച്ചു. സൈന്യം ചിതറിയോടി. ദുറൈദ് വെട്ടിവീഴ്ത്തപ്പെട്ടു. മാലിക്കും കൂട്ടുകാരും ത്വായിഫിൽ അഭയം പ്രാപിച്ചു. മറ്റു ചിലർ ഔത്താസിലേക്കും നഖ്ലയിലേക്കുമാണ് രക്ഷപ്പെട്ടത്. നിരവധി ഭടന്മാരോടൊപ്പം സ്ത്രീകളും കുട്ടികളും ബന്ദികളാക്കപ്പെട്ടു. യുദ്ധക്കളത്തിൽ ശത്രുക്കൾ വിട്ടേച്ചു പോയ സ്വത്തുക്കൾ മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തി. അവ എണ്ണിത്തിട്ടപ്പെടുത്തി. 24,000 ഒട്ടകവും 40,000-ൽ കൂടുതൽ ആടുകളും 4,000 ഊക്കിയ വെള്ളി, 6,000 തടവുകാർ എല്ലാം ജിറാന എന്ന സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു സമ്പാദ്യം മക്കക്കാരിൽ നിന്ന് പ്രവാചകനും സ്വഹാബത്തും പിടിച്ചടക്കുകയാണ്. ഹലാൽ ഹറാമിനൊക്കെ പുല്ല് വില നൽകിക്കൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. കുടുംബമായി ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ മുതൽ 24,000 ഒട്ടകവും 40,000-ൽ കൂടുതൽ ആടുകൾ, 4,000 ഊക്കിയ വെള്ളി, 6,000 തടവുകാർ. ഈ തടവുകാരാക്കി പിടിക്കപ്പെട്ടത് അവിടെ കുടുംബമായി ജീവിച്ച സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ആളുകളെയാണ് 6,000-ഓളം പേരെ തടവുകാരാക്കി പിടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുമോ, എത്ര ശാന്തിയും സമാധാനത്തോടും കൂടിയുള്ള പ്രവർത്തനമാണ് പ്രവാചകനും സഹാബത്തും ചെയ്തത്. പ്രത്യേക തരത്തിലുള്ള ശാന്തിയും പ്രത്യേക തരത്തിലുള്ള സമാധാനവും അവിടെ സംസ്ഥാപിക്കപ്പെടുകയാണ്. ഇതൊന്നും നമ്മുടെ മനസ്സാക്ഷി അംഗീകരിച്ച് തരുന്ന കാര്യമല്ല. യാതൊരു ന്യായീകരണങ്ങളും ഇതിനൊന്നും നമുക്ക് വെക്കാനില്ല. അത്രയും തൊലിക്കട്ടിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിനെയൊക്കെ ന്യായീകരിച്ച് ഒപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഔത്താസിലും നഖ്ലയിലും അഭയം തേടിയവരെ മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോൾ ഔത്താസിലും നഖ്ലയിലും അഭയം തേടിയവർ ഇവിടുന്ന് ഇവരുടെ അക്രമം ഭയപ്പെട്ട് മക്കയിൽ നിന്ന് ഓടിപ്പോയി അഭയം തേടിയതാണ് ഈ ഔത്താസ് നഖ്ലയിലും എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ. ആ സ്ഥലങ്ങളിൽ അഭയം തേടിയവരെ പിന്തുടർന്ന് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് ത്വായിഫിൽ രക്ഷപ്പെട്ടവരെ പിന്തുടർന്ന നബിയും സൈന്യവും അവിടെ എത്തി. ത്വായിഫിലേക്ക് രക്ഷപ്പെട്ട ആളുകളുടെ പുറകിൽ ആരാ പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും. കോട്ടയ്ക്ക് മുകളിൽ നിന്ന് മുസ്ലിങ്ങളുടെ നേരെ അമ്പുകൾ വർഷിച്ചു. ത്വായിഫ് കോട്ട സുശക്തമായിരുന്നു. മിൻജനീക്ക് ഏറുപകരണങ്ങൾ മതിൽ തകർക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിങ്ങൾ മരനിർമ്മിതമായ ടാങ്കുകൾ പ്രയോഗിച്ചപ്പോൾ ചുട്ടുവഴുപ്പിച്ച ഇരുമ്പ് കഷ്ണങ്ങൾ അവയുടെ നേരെ എറിഞ്ഞ് ശത്രുക്കൾ അവയ്ക്ക് അഗ്നിബാധയുണ്ടാക്കി. അവ ത്വായിഫിലും ഔത്താസിലും നഖ്ലയിലൊക്കെ പോയി ഇവരുടെ അക്രമം പേടിച്ചിട്ട് അഭയം തേടിയ ആളുകൾ ആ അഭയം തേടിയ സ്ഥലത്തേക്ക് ഇവരങ്ങോട്ട് ചെന്നിട്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അവിടെ ഒരു പോരാട്ടം നടത്തി അവരെ കീഴ്പ്പെടുത്തുകയാണ്. നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വലിയ ആനക്കാരിയായിട്ട് നമ്മൾ പറയലുണ്ട്. പ്രവാചകനെയും സ്വഹാബത്തിനെയും ഒക്കെ ഈ പറയുന്ന ഖുറൈശികൾ ദ്രോഹിച്ച് അവരുടെ സ്വന്തം നാടും വീടുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു എന്ന്. യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇതിലാണ്. പ്രവാചകനും സ്വഹാബത്തും ഒക്കെ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് നാട് വിട്ടത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ ബദർ യുദ്ധം വിശദീകരിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ ജനിച്ചു വളർന്ന അവരുടെ മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് അവരെ ദ്രോഹിച്ചിട്ട് അക്രമം സഹിക്കുക വഴിയാതെ അവർ നാട് വിട്ട് പോവുകയാണ്. ഔത്താസിലും നഖ്ലയിലുമൊക്കെ അതുപോലെ തന്നെ ത്വായിഫിലുമൊക്കെ അവർ അഭയം പ്രാപിച്ച് ആ കോട്ടക്കുള്ളിൽ അവർ അഭയം പ്രാപിച്ച് ജീവിക്കുകയാണ്. ആ ജീവിക്കാൻ ജീവനും കൊണ്ട് ഓടിയ ആളുകളെ പിന്തുടർന്ന് അവരെ ഈ പറഞ്ഞ രൂപത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഇതിലെവിടെ പ്രിയപ്പെട്ടവരെ കാരുണ്യം? ഇതൊക്കെയും തന്നെ ദൈവം തമ്പുരാൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ന് ഓർക്കുമ്പോഴാണ്. മുസ്ലിങ്ങൾ മരനിർമ്മിതമായ ടാങ്കുകൾ പ്രയോഗിച്ചപ്പോൾ ചുട്ടുവഴുപ്പിച്ച ഇരുമ്പ് കഷ്ണങ്ങൾ അവയുടെ നേരെ എറിഞ്ഞ് ശത്രുക്കൾ അവർക്ക് അഗ്നിബാധയുണ്ടാക്കി. ത്വായിഫുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുന്തിരിവള്ളികൾ നശിപ്പിച്ചാൽ അവർ വഴങ്ങുമെന്ന് കരുതി മുസ്ലിങ്ങൾ ആ തന്ത്രം പ്രയോഗിച്ചു നോക്കി. യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ കൃഷി ഒന്നും നശിപ്പിച്ചിട്ടില്ല, കുട്ടികൾക്കും സ്ത്രീകൾക്കെതിരെയും ഒന്നും യാതൊരുവിധ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ, ന്യായീകരിക്കുന്ന ആളുകൾ ഇതൊന്ന് കേൾക്കുക. ഈ സന്ദർഭത്തിൽ മുന്തിരിവള്ളികൾ, അവർക്ക് ഫലം നൽകുന്ന മുന്തിരിവള്ളികൾ നശിപ്പിച്ച് അങ്ങനെ അവരെ കീഴ്പ്പെടുത്താം എന്ന തന്ത്രം മുസ്ലിങ്ങൾ പയറ്റി നോക്കി. അപ്പോൾ അവിടെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വരുമാനം നൽകുന്ന കൃഷിയായ മുന്തിരി വള്ളികളെ നശിപ്പിച്ച് ആ കൃഷി നശിപ്പിച്ചു നോക്കി. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന് ഈ വഴികൾ സ്വീകരിക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ ഇതിൽ പൈശാചികതയല്ലേ നമുക്ക് ദർശിക്കാനാവുക? ദൈവികമായ എന്തെങ്കിലും ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിലൊക്കെയും ഈ അക്രമത്തിൻ്റെ പാത
സ്വീകരിച്ചുകൊണ്ട് ഒരു അക്രമി ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് പ്രതിരോധം സൃഷ്ടിക്കുന്നതും അവരഭയം തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ആ സ്ഥലത്ത് പോയി അവരാക്രമിച്ചിട്ട് അവരുടെ കൃഷിയും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ കൊള്ളയടിക്കുന്നതും രണ്ടും രണ്ടല്ലേ? നമ്മളെല്ലാത്തിനും ഈ പ്രതിരോധം സൃഷ്ടിക്കലാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഒന്നും രണ്ടും കാര്യങ്ങളല്ലല്ലോ. എത്രയോ അക്രമങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനും സ്വഹാബത്തും മറ്റു മതസ്ഥർക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രതിരോധമാണെന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങി അത് നമ്മൾ വിശ്വസിച്ച് അതിനെ ന്യായീകരിച്ച് പറയാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയല്ല നമുക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് സത്യത്തോടൊപ്പം നിൽക്കൂ. ആ സത്യത്തോടൊപ്പം നിന്നാൽ അതിന് മാത്രമേ വിജയമുള്ളൂ. ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സത്യത്തോടൊപ്പം നിൽക്കണം. കാരണം ദൈവം സത്യത്തോടൊപ്പം ഉണ്ടാവുള്ളൂ. വിശ്വാസികളോടാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ദൈവത്തിൻ്റെ പാതയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സത്യം ഏതാണോ അത് ആര് പറഞ്ഞാലും ആ സത്യത്തോടൊപ്പം നിൽക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയമുണ്ടാകൂ. അതിനുശേഷം ഇനി എന്തു ചെയ്യണമെന്നതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന നടത്തി. നൗഫൽ ബിൻ മുആവിയ പറഞ്ഞു, കുറുക്കൻ മാളത്തിലുണ്ട്, അങ്ങ് ഇവിടെ നിന്നാൽ അതിനെ പിടിക്കാം. അതിനെ വിട്ടേച്ചു പോയാൽ അത് ഒരു ശല്യവും ചെയ്യുകയില്ല. നബി ത്വായിഫ് വിടാൻ തീരുമാനിച്ചു. യുദ്ധമുതലുകൾ ഭാഗിച്ചു കൊടുക്കാനായി നബി ജിറാനിലെത്തി. ഹവാസിൻ ഗോത്രക്കാർ തങ്ങളുടെ സ്വത്തുക്കളെയും ആളുകളെയും തങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. നബി തൻ്റെയും ബനു അബ്ദുൽ മുത്തലിബിൻ്റെയും അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ മാതൃക മറ്റു മുസ്ലിങ്ങളും പിൻപറ്റി. ഖുർആൻ നിർദ്ദേശിച്ച പ്രകാരം യുദ്ധമുതലുകൾ നബി വിഭജിച്ചു കൊടുത്തു. ഗോത്ര നേതാവ് മാലിക് ബിൻ ഔഫ് മുസ്ലിമായി വന്നാൽ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്വത്തും വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന് നബി പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ആ ഗോത്ര നേതാവായ മാലിക് ബിൻ ഔഫിനോട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. എന്ത്? നീ മുസ്ലിമായി വന്നാൽ നിനക്ക് മാപ്പ് നൽകുകയും നിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുക്കൾ പരിപൂർണമായിട്ട് വിട്ട് നൽകുകയും ചെയ്യുമെന്ന് നബി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ മാലിക് ബിൻ ഔഫിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പിടിച്ചു വെച്ച് ബാർഗൻ ചെയ്ത് അത് നിനക്ക് തിരിച്ചു തരണമെങ്കിൽ നീ ഇസ്ലാം സ്വീകരിക്കണം. ഇതാണല്ലോ പ്രവാചകൻ നടത്തിയ ഇസ്ലാമിക പ്രബോധനം. ഇത് തന്നെയല്ലേ ഇന്നും ഇസ്ലാമിക സംഘടനകൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല സംഗതികൾ. ഇതൊക്കെ കൃത്യമായിട്ട് ജീവിതാനുഭവങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് അത് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാനും നിങ്ങളുമായി പങ്കുവെക്കാനും കഴിയുന്നത്. ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധന രംഗത്തുനിന്ന് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഓരോ കാര്യങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആൻ്റെ പരിഭാഷകളിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അടിസ്ഥാനത്തിൽ തന്നെ പിഴച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ കെട്ടിപ്പടത്തിയ ഏത് സൗധമാണെങ്കിലും അതിലൊക്കെയും ആ പിഴവ് നമുക്ക് ദർശിക്കാനാകും. ഇവിടെ അടിസ്ഥാനത്തിൽ തന്നെ പിഴച്ചതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിക സംഘടനകൾക്കകത്തും ഓരോ ഇഷ്യൂസുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പിഴവ് നമുക്ക് മുഴച്ച് കാണാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് അത്രയും സസൂക്ഷ്മം പഠിക്കാൻ ശ്രമിച്ചാൽ, നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കണ്ടീഷൻ വെക്കണത് നിൻ്റെ സ്വത്തുക്കൾ, അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് അത് തരണമെങ്കിൽ നീ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയുന്നത് ഇത്രയും പച്ച മലയാളത്തിൽ വായിച്ചിട്ട് ഇസ്ലാമിൽ ബലപ്രയോഗമില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ, ബലാത്കാരമില്ല, ദീനിൽ ബലാത്കാരമില്ല എന്ന ആയത്ത് ഇത് പച്ച മലയാളത്തിൽ വായിച്ചിട്ടും നമുക്ക് ഓതിയിട്ട് ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലിക്കട്ടി സമ്മതിച്ചേ മതിയാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോക്ക്. ഗോത്ര നേതാവ് മാലിക് ബിൻ ഔഫ് മുസ്ലിമായി വന്നാൽ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്വത്തും വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്വത്തുക്കളെയും, കുടുംബം എന്ന് പറയുന്നത് ഭാര്യ സന്താനങ്ങൾ, ഇതിനൊക്കെ അടിമകളാക്കി അവർ യുദ്ധ തടവുകാരാക്കി പിടിച്ചു വെച്ചേക്കാണ്. ആ കുടുംബത്തെയും വിട്ടു തരണമെന്നുണ്ടെങ്കിൽ, ഈ സ്വത്തുക്കളും വിട്ടു തരണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ. അങ്ങനെ മാലിക് ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം പാലിക്കുകയും ചെയ്തു. ഇവിടെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം പാലിക്കുന്നത് കണ്ടില്ലേ, എന്നിട്ട് ഈ ആളുകളുടെ ശ്രദ്ധ മുഴുവനും ഈ വാഗ്ദത്തം പാലിച്ച റസൂലിൻ്റെ മദ്ഹ് പറയുന്നതിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ആക്ച്വലി ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാനവിക മൂല്യങ്ങളെ കാറ്റിപ്പറത്തിയിട്ടുള്ളൊരു സംഭവം ഇവിടെ നടന്നിട്ട് അവിടെ ഈ പറയുന്ന വാഗ്ദത്തം പാലിച്ചതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്താണ്?
ഈ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെയും കുടുംബത്തെയും പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തെ ബലമായിട്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന നിർബന്ധ സാഹചര്യത്തിൽ ഈ മാലിക് ബിൻ ഔഫിനെ എത്തിച്ചിട്ട് അത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ദീനിൽ ബലാത്കാരം ഉണ്ടെന്നോ? ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇവിടെ ബലാത്കാരമൊന്നുമില്ല. ഇവിടെ ശാന്തിയും സമാധാനത്തോടും കൂടി മോനെ നിൻ്റെ ഭാര്യനെയും കുട്ടികളെയും നിൻ്റെ സ്വത്തുക്കളെയൊക്കെ നൈസായിട്ട് ഞങ്ങളിവിടെ പിടിച്ചു വെച്ചേക്കാണ്, ഇത് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നീ ഇസ്ലാം സ്വീകരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലണം, ഞാൻ പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കണം, എന്നാൽ നിൻ്റെ കുടുംബത്തെയും സ്വത്തുക്കളും വിട്ടുതരാം, നിന്നെ ജീവിക്കാൻ അനുവദിക്കുക. ഇതിലെവിടെ പ്രിയപ്പെട്ടവരെ ബലാത്കാരം? ആരോടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ മൗലവിമാരെ നിങ്ങളിത് പറയുന്നത്? പച്ച മലയാളത്തിൽ എഴുതിയ ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, അഹ്ലുസുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ വായിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ലാ ഇക്റാഹ ഫിദ്ദീൻ ഓതി ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നു? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ന്യായീകരണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ദൈവവിശ്വാസികളാണോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലല്ലേ പാവപ്പെട്ട വിശ്വാസികളിവിടെ ജീവിക്കുന്നത്? അള്ളാഹുവിനെ ഒരല്പം ഭയമുണ്ടെങ്കിൽ ഈ തരത്തിൽ ഈ നടന്ന സംഭവങ്ങളൊക്കെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവസങ്കല്പം പിശാചിനോടുള്ള ആരാധനയായതുകൊണ്ടല്ലേ ഈ തരത്തിൽ ഇതിനൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നത്? മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവം എന്നൊക്കെ പറയുന്നത് വിശ്വാസികൾ അത്രയും പവിത്രമായി ഭയഭക്തിയോടുകൂടി കൊണ്ടു നടക്കുന്ന അവരുടെ സങ്കല്പങ്ങളാണ്, വിശ്വാസങ്ങളാണ്. അതിനെയൊക്കെ വ്യഭിചരിക്കുന്ന തരത്തിൽ, അതിനെയൊക്കെ കൊച്ചാക്കുന്ന തരത്തിലല്ലേ നിങ്ങൾ ഈ എഴുതി വച്ചിരിക്കുന്നതും നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഇസ്ലാമിലുമൊക്കെ ഉള്ളത്? നിങ്ങൾ എന്തിനാണ് ഈ പാവം വിശ്വാസികളെ പറ്റിച്ച് അവരുടെ ധനം അപഹരിച്ച് സുഖലോലുപതിയിൽ ജീവിക്കുന്നത്? ഇതിനൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ഒരു ബോധം ഒരല്പം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുമോ? ഇതൊക്കെ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? ഈ പച്ച മലയാളത്തിൽ എഴുതിയ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് ലാ ഇക്റാഹ ഫിദ്ദീനിലൂടെയാണ് ഈ ദീൻ സംസ്ഥാപിതമായത് എന്ന് എങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും? ആരോടാണ് ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വായിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പുതിയ തലമുറയോട് ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ലാ ഇക്റാഹ ഫിദ്ദീനും കൊണ്ടുവന്ന് അതൊക്കെ തൊണ്ട തൊടാതെ പുതിയ തലമുറ വിഴുങ്ങുമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്? ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ട ഉസ്താദുമാരെ. നിങ്ങളൊക്കെ ഇനി പോയി പാടത്ത് പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പൗരോഹിത്യ ഇസ്ലാം വിറ്റുകൊണ്ട് സുഖലോലുപതയിൽ ജീവിച്ചു കൊണ്ടിരുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രം അതൊക്കെ കഴിഞ്ഞുപോയി. അതൊന്നും ഇനി അധിക നാൾ നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. വിശ്വാസികൾ ആത്മാർത്ഥമായിട്ട് ഈ ചരിത്ര ഗ്രന്ഥങ്ങളും ഖുർആനും ഹദീസൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ സുഖലോലുപതയിലുള്ള ജീവിതം. അത് പഠിക്കാൻ ഇന്ന് യുവതലമുറ തയ്യാറായിരിക്കുന്നു. ഒരുപാട് അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാം ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് മനുഷ്യത്വമുള്ള നല്ല വ്യക്തികളൊക്കെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും സഹസ്രാബ്ദങ്ങളായി മതങ്ങൾ വിറ്റ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മതങ്ങളിലെ പൗരോഹിത്യങ്ങൾക്കും അന്ത്യം കുറിക്കാനുള്ള സമയം സംജാതമായിട്ടുണ്ട് എന്ന് യുവതലമുറ അവരുടെ സംസാരങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഈ മതഭ്രാന്ത് വലിച്ചെറിഞ്ഞ് മനുഷ്യത്വമുള്ള മനുഷ്യരായി ശിഷ്ടകാലം ജീവിക്കണമെന്ന് വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം തക്കീഫ് ഗോത്രം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു നിവേദക സംഘത്തെ അയച്ചു. ത്വായിഫുകാർ ഇസ്ലാം സ്വീകരിച്ചതായി അവർ അറിയിച്ചു. റോമക്കാരെ തോൽപ്പിച്ച തൊബൂക്ക് യുദ്ധം ത്വായിഫുകാർക്ക് മുസ്ലിം ശക്തിയെപ്പറ്റി ബോധമുളവാക്കി. എല്ലായിടത്തും ഈ അക്രമങ്ങൾ നടത്തി ആ ഒരു അക്രമത്തിൻ്റെ പേരിൽ അത്രയും ഭയം മറ്റുള്ളവർക്കിടയിൽ സൃഷ്ടിച്ചിട്ടാണ് ഓരോ സംഗതികളും. ഇപ്പോൾ ഈ ത്വായിഫുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് ആ തരത്തിലാണ്. ഹിജ്റ 9-ാം വർഷം റമളാനിലാണ് തക്കീഫ് ഗോത്രത്തിൻ്റെ ഇസ്ലാം മത സ്വീകരണം പൂർത്തിയായത്. ഇത്രയും വലിയ അക്രമങ്ങൾ നടത്തിയ ആ ഒരു പാരമ്പര്യമുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ ഗോത്രങ്ങളും പിന്നീട് അങ്ങോട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. സക്കീഫ് ഗോത്രത്തിൻ്റെ ഇസ്ലാം മത സ്വീകരണം പൂർത്തിയായത് ഹിജ്റ 9-ാം വർഷം റമളാനിലാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും ലാത്ത ബിംബത്തെ നിലനിർത്തണമെന്ന ഒരു അപേക്ഷ തക്കീഫുകാർ ഉന്നയിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പാടെ നിരസിച്ചു. ഈ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ നബിയോട് പറയുകയാണ്, കുറച്ച് കാലഘട്ടമെങ്കിലും ഞങ്ങളുടെ
നൂറ്റാണ്ടുകളായി ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവസങ്കല്പം ഫോളോ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര മതസ്ഥരെയൊക്കെ അവരവരുടെ ആരാധനകൾ നടത്തി ജീവിക്കാൻ അനുവദിച്ചു കൊടുത്തു എന്നും അവരൊക്കെ ജിസിയ കൊടുത്തുകൊണ്ട് അതല്ലെങ്കിൽ അവർക്ക് കഴിയുന്ന രൂപത്തിൽ സന്തോഷത്തോടെ യാതൊരു ബലാത്കാരവും ഇല്ലാതെ ശാന്തി സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് വായിക്കണം. ഈ പറയുന്ന ആളുകൾ അവരുടെ പ്രിയപ്പെട്ട ദൈവസങ്കല്പത്തെ നമ്മളെങ്ങനെയാണോ അള്ളാഹു എന്ന ദൈവസങ്കല്പത്തെയും പ്രവാചകൻ എന്ന് പറയുന്ന സങ്കല്പത്തെയൊക്കെ നമ്മൾ കൊണ്ട് ആചരിക്കുന്നത് അതുപോലെ അവർ ആത്മാർത്ഥമായി ആരാധിച്ച് കൊണ്ട് നടന്നിരുന്ന ദൈവസങ്കല്പത്തെ ഫോളോ ചെയ്യാൻ ഒരല്പ കാലഘട്ടം കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് പ്രവാചകൻ അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ അനുവദിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തി വെക്കുന്നൊരു സാഹചര്യം ഇല്ല എന്ന് പഠിപ്പിക്കുകയുമല്ല ചെയ്തത്. പ്രവാചകൻ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും നിരസിക്കുകയും അനുവദിക്കാതിരിക്കുകയുമാണ് ചെയ്തത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്വന്തം കൈകൾ കൊണ്ട് തകർക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കി ലാത്തയെ തകർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ നിയോഗിച്ചു. അപ്പോൾ സ്വന്തം കൈകൊണ്ട് അത് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ സ്വന്തം കൈകൊണ്ട് അവർ തകർക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കി. നിങ്ങൾ തകർക്കണ്ട, ഞാൻ ആളെ അയച്ചിട്ട് തകർത്തോളാം എന്ന് നബി പറഞ്ഞു. വലിയൊരു കാരുണ്യമാണ്. ഈ തരത്തിൽ അക്രമങ്ങൾ നടത്തി ഓരോ ഗോത്രങ്ങളെയും പിടിച്ചടക്കിയിട്ട് അതൊക്കെ സമാധാനപൂർണമായിരുന്നു എന്നും ദൈവത്തിൽ നിന്നുള്ള ഓർഡർ പ്രകാരം സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു, പ്രതിരോധമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിനെയൊക്കെ വിശദീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിശാചിൻ്റെ പാതയിലാണ് നമ്മളുള്ളതെന്ന് ഓർക്കുക. ഇത് കൃത്യമായി നിഷ്കളങ്കമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള മതഭ്രാന്തിൻ്റെ തിയറിയിൽ നിന്ന് നമ്മൾ പുറത്തു കടന്ന് മനുഷ്യത്വത്തിലൂന്നി, മനുഷ്യത്വമായിരിക്കണം ഏറ്റവും മുമ്പിൽ നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യന്മാരേക്കാൾ പ്രാധാന്യം ദൈവത്തിനും മതത്തിനുമൊക്കെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ ഞെക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് പൈശാചികമായ പ്രവൃത്തിയാണ്, പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ആ പിശാചിൻ്റെ പ്രവൃത്തിയാണ് മതവിശ്വാസികൾ, ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് എന്ന തിരിച്ചറിവെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് ഹുനൈൻ ത്വായിഫ് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും നിഷ്കളങ്കമായി കാര്യങ്ങൾ അപഗ്രഥിച്ച് തിരിച്ചറിവോടുകൂടി മനുഷ്യത്വത്തിലൂന്നി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ ഇന്ന് ഇങ്ങനെ നിലപാടുകൾ എടുത്താൽ മാത്രമാണ് വരും തലമുറ ഈ മതഭ്രാന്തിന് അടിമപ്പെടാതെ മനുഷ്യത്വത്തിലൂന്നി നല്ല വ്യക്തികളായി നല്ലൊരു തലമുറ നമുക്കുണ്ടാവുകയുള്ളൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മതഭ്രാന്തൻ തിയറികളൊക്കെ പാടെ ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിക്കണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള എളിയ ശ്രമമാണ് നമ്മൾ ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് തബൂക്ക് യുദ്ധമാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടും അവിശ്വാസികളോടുമൊക്കെ ഉണർത്താനുള്ളത്, നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഈ ഒരു ഉദ്യമത്തിനുണ്ടാകണം. തീർച്ചയായിട്ടും നമ്മൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ പേരിൽ, സത്യസന്ധമായ അഹ്ലുസുന്നത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ വിലയായി കൊടുക്കുന്നത് നമ്മുടെ ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളും അവിശ്വാസികളും അത് മനസ്സിലാക്കുക. ഓരോ ദിവസങ്ങൾ കഴിയും തോറും, നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യും തോറും നമ്മൾ ഒറ്റപ്പെട്ട് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രാഥമികമായിട്ട് ഉണ്ടാകേണ്ടതായ വാതിലുകളൊക്കെയും തന്നെ കൊട്ടിയടക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഇത് തീർച്ചയായിട്ടും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് അത്തരം മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്നത് വ്യക്തമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മനുഷ്യത്വമില്ലാത്ത വിശ്വാസികളുണ്ടോ, അങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, അത് കിതാബിലും സ്റ്റേജിലും പേജിലും ഉണ്ട്, പക്ഷെ പ്രാവർത്തിക തലത്തിലില്ലാത്ത എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ
നമുക്ക് ചുറ്റിലുമുണ്ട് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ അത് ഈ തരത്തിൽ ഒറ്റപ്പെടലുകളുടെ വേദന, ആഴമേറിയ വേദനകൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ കാണുമ്പോൾ നീണ്ട താടി, തൂവെള്ള വസ്ത്രം, നല്ല തലയ്ക്കെട്ട്, നല്ല വസ്ത്രവും നല്ല ഊതിൻ്റെ അത്രമൊക്കെ പുരട്ടിയിട്ട് നടക്കുന്ന ഭയങ്കര ഔലിയാക്കന്മാരായിട്ടുള്ള മഹാപണ്ഡിത ശ്രേണിയിലെ തമ്പുരാക്കന്മാരായിട്ടൊക്കെ കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ബേസിക്കലായിട്ടൊരു മനുഷ്യനുള്ള ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണെന്ന് ഈ ഒറ്റപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശക്തമായ പിന്തുണ ഉണ്ടാകണം. ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.